നിലമ്പൂരിൽ വനത്തിനുള്ളിൽ 3 കാട്ടാനകളെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. കരുളായി, മരുത, കാരക്കോട്, പുത്തരിപ്പാടം വനങ്ങളിലായാണ് ആനകളെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. അണുബാധയും കടുവ ആക്രമിച്ചതുമാണ് ആനകൾ ചരിയാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. Celebrate the moments of colors. KMT Silks, പെരിന്തൽമണ്ണ, കോട്ടയ്ക്കൽ. നിലമ്പൂരിൽ വനത്തിനുള്ളിൽ 3 3 കാട്ടാനകളെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. കരുളായി, മരുത, കാരക്കോട്, പുത്തരിപ്പാടം വനങ്ങളിലായാണ് ആനകളെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. മരുത കൊക്കോ എസ്റ്റേറ്റിന് സമീപം 20 വയസ്സുള്ള പിടിയാനയെയും കാരക്കോട് പുത്തരിപ്പാടത്ത് ജനവാസ കേന്ദ്രത്തിൽ നിന്നും 200 മീറ്റർ മാറി മാടമ്പിച്ചോലയിൽ 6 വയസ്സുള്ള കുട്ടിക്കൊമ്പനെയും ജനങ്ങളാണ് കണ്ടെത്തിയത്. കരുളായി എഴുത്തുകൽ ഭാഗത്ത് 6 മാസം പ്രായമുള്ള കുട്ടിക്കൊമ്പനെയും ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. രാവിലെ ബീച്ച് സന്ദർശനത്തിന് പോയ വനപാലകരാണ് കൊക്കോ തോട്ടത്തിനടുത്തായി ആനയുടെ ജഡം കണ്ടെത്തിയത്. ജഡത്തിന് ഏതാനും ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം പുത്തരിപ്പാടത്താണ് 6 വയസ്സ് പ്രായം വരുന്ന കൊമ്പനെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിൽ ആന്തരികാവയവങ്ങൾക്കുണ്ടായ അണുബാധയാണ് കൊമ്പന്റെ മരണകാരണമായി കരുതുന്നത്. ആനയുടെ 2 കൊമ്പുകളും വനംവകുപ്പ് ശേഖരിച്ചു. കരുളായി എഴുത്തുകൽ ഭാഗത്ത് നിന്നാണ് 6 മാസം പ്രായം തോന്നിക്കുന്ന കുട്ടിക്കൊമ്പന്റെ ജഡം കണ്ടെത്തിയത്. കടുവ ആക്രമിച്ചു കൊന്നതാണെന്നാണ് പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ജഡങ്ങൾ വനത്തിനുള്ളിൽ തന്നെ സംസ്കരിച്ചു. ആനയുടെ ആന്തരികാവയവങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. വഴിക്കടവ് റേഞ്ചിന്റെ പരിധിയിൽ വരുന്ന വനമേഖലയാണ് കൊക്കോ എസ്റ്റേറ്റും പുത്തരിപ്പാടവും. വനം വൈറ്റനറി സർജൻ ഡോക്ടർ ശ്യാം, സീനിയർ വൈറ്റനറി സർജൻ ഡോക്ടർ നൌഷാദ് അലി, വൈറ്റനറി സർജൻ ഡോക്ടർ റീനു എന്നിവർ പോസ്റ്റ്മോർട്ടത്തിന് നേതൃത്വം നൽകി. വഴിക്കടവ് റേഞ്ച് ഓഫീസർ ഷെരീഫ് പനോലൻ, നെല്ലിക്കുത്ത് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ മണിലാൽ, സെക്ഷണൽ ഫോറസ്റ്റ് ഓഫീസർ ലാൽ ബി നാഥ്, മറ്റ് വനം ജീവനക്കാർ എന്നിവർ നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകി. കേരള വിഷൻ, നിലമ്പൂർ.